വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ പാനൽ ഡ്രസ്സിന്റെ ഫൈനൽ സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാനൽസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതും അതിന്റെ ഇടയിലുള്ള പൈപ്പിംഗ് അറ്റാച്ച്മെന്റും സ്ലീവ് അറ്റാച്ച്മെന്റ്, നെക്ക് അറ്റാച്ച്മെന്റ് ഒക്കെയാണ്. ക്യാപ് സ്ലീവ് ആണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്യാപ് സ്ലീവിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വേണ്ടവര് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണം എന്നുള്ളവര് അതിനകത്ത് പറയുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചായിരിക്കും ഞാൻ ഇതിനകത്തോട്ട് ആഡ് ഓൺ ആക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് കോഡ് പൈപ്പിംഗ് അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അത് നമുക്ക് സ്ട്രെയിറ്റ് പീസിലും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് പീസിലും ഈ കോഡ് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ പാനൽസ് സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് കട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ക്രോസ് പീസിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് 10 പാനൽസിന്റെ ആണ്. അതായത് ഫ്രണ്ടിൽ 5 പാനൽ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും 5 പാനൽ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു പാനലിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. കാരണം നമുക്ക് ഓരോ പാനൽസിന്റെയും ഇടയിലാണ് കോഡ് പൈപ്പിംഗ് വരുന്നത്. അപ്പൊ ഫ്രണ്ടില് 5 പാനൽ ഉണ്ട്. അപ്പം ഈ ഓരോ പാനലിന്റെ ഇടയിൽ കോഡ് പൈപ്പിംഗ് വരുമ്പോഴത്തേക്കും മൊത്തം എത്ര നമ്പർ ഓഫ് പാനലാണ്, അതിൽ നിന്ന് ഒരെണ്ണം കുറച്ചിട്ടായിരിക്കും നമുക്ക് കോഡ് പൈപ്പിംഗ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഫ്രണ്ടിൽ എന്റെ 5 പാനൽ ഉണ്ടെങ്കിൽ ടോട്ടൽ എനിക്ക് 4 കോഡ് പൈപ്പിംഗ് ആയിരിക്കും വേണ്ടത് ഇതിന്റെ ഇടയിൽ വെക്കാനായിട്ട്. ഇപ്പൊ 6 പാനൽസ് ആണെന്നുണ്ടെങ്കിൽ 5 കോഡ് പൈപ്പിംഗ് വേണം, ഒരെണ്ണം കുറച്ചെടുത്താൽ മതി. ഇനി അതിന്റെ ലെങ്ത് അറിയണം, എങ്കിലല്ലേ നമുക്ക് ടോട്ടൽ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പാനലിന്റെ ലെങ്ത് ഞാൻ കൊടുത്തിരുന്നത് 49 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 50 ആയിരുന്നു ഞാൻ എടുത്തിരുന്നത് അല്ലെ. ആ സെയിം ലെങ്ത് തന്നെ ആയിരിക്കും നമ്മൾ കോഡ് പൈപ്പിങ്ങിന് വേണ്ടിയിട്ടും എടുക്കുന്നത്. അപ്പൊ 4 കോഡ് പൈപ്പിംഗ് വേണമെന്ന് പറഞ്ഞല്ലോ. ഒരു പാനലിന്റെ ലെങ്ത് 50.5 ആണെങ്കിൽ 4 എണ്ണത്തിന്റെ വരുമ്പോ എത്രയായിരിക്കും? 50.5 × 4 ചെയ്യുക. അപ്പൊ നമുക്കൊരു 202 ഇഞ്ചോളം കിട്ടുന്നുണ്ട് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു 10 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടോ. എന്തായാലും അറ്റാച്ച്മെന്റ് ആണല്ലോ, ഇച്ചിരി ഏറ്റക്കുറച്ചിലുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ഇഞ്ച് ഗ്യാപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ബാക്കിലും കൂടി ചേർത്തിട്ടാണ് ഇത്രയും മാർക്ക് ചെയ്തത്. ശരിക്കും ഞാൻ ബാക്കിൽ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ മെറ്റീരിയൽ പഴയതാണ്. സോ അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ മാത്രം പൈപ്പിംഗ് വെക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു മോഡൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലും വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞല്ലോ. ഫ്രണ്ടില് 5 പാനൽസ് വരുന്നുണ്ടെങ്കിൽ ഈ ഓരോ പാനൽസിന്റെയും നടുക്കൂടിയായിരിക്കും പൈപ്പിംഗ് പോകുന്നത്. അപ്പൊ 4 പൈപ്പിംഗ് അവിടെ വരത്തുള്ളൂ. ഒരു പൈപ്പിംഗിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു പാനലിന്റെ ലെങ്തുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ ഒരു പാനലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ 4 പൈപ്പിംഗ് വരുമ്പോഴത്തേക്കും 50 × 4, അപ്പം 202 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ഞാനൊരു 210 ഇഞ്ചോളം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ ദാ ഇതേപോലെ സ്ട്രെയിറ്റ് പീസ് തമ്മിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കോഡ് പൈപ്പിംഗ് വെക്കുന്നത് നോക്കണം. ഇതാണ് കോഡ് പൈപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെ കോഡ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ത്രെഡ് പൈപ്പിംഗ് എന്ന് പറയാൻ. ഇത് നമുക്ക് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ബിഗിനേഴ്സ് ലെവലിലായിരിക്കും പറയുന്നത്. ഇതിനെപ്പറ്റി അറിയാവുന്നവര് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതാണ് കോഡ് പൈപ്പിംഗ്. അപ്പൊ ഈ സാധനം നമ്മൾ ഇനി ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ ക്രോസ് പീസ്. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോഡ് പൈപ്പിംഗ് നമ്മൾ ഇതിന്റെ സെന്ററിൽ വെക്കും. സെന്ററിൽ വെച്ചിട്ട് ഇതിനിങ്ങനെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യും. ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കും. മടക്കിയിട്ട് ഈ കോഡ് പൈപ്പിംഗ് വരുന്ന എവിടെയാണോ അതിന്റെ എഡ്ജിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. അങ്ങനെയായിരിക്കും നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ഇൻവിസിബിൾ സിപ്പേഴ്സ്, കോഡ് പൈപ്പിംഗ് അതെല്ലാം അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലത്തെ ഫൂട്ടേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, ഇതിൽ കണ്ടോ, ഇതിന്റെ ഈ ഒരു ഹോള് കണ്ടോ, ഇത് റൈറ്റ് സൈഡിലോട്ടാണ് നിൽക്കുന്നത്. നേരെ മറിച്ച് ഈ ഒരു ഹോള് നോക്കിക്കേ, അത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മൾ ക്ലോത്ത് എടുത്തു, അതിന്റെ സെന്ററിൽ നമ്മൾ കോഡ് പൈപ്പിംഗ് വെച്ചു. എന്നിട്ട് ഇതിനെ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കി. അപ്പൊ മടക്കിയപ്പോഴത്തേക്കും നമുക്ക് കോഡ് പൈപ്പിംഗ് പോകുന്ന ഇതിലെ കൂടിയാണ്, ഈ എഡ്ജിൽ കൂടിയായിരിക്കും പോകുന്നത് അല്ലേ.
അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ ഒരു കോട്ട് പൈപ്പിംഗ് പോകുന്നത്. അപ്പൊ ഈ എഡ്ജിൽ കൂടി തന്നെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ഹോള് വരുന്നത്. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. നേരെ മറിച്ച് നമ്മൾ ഈ എടുക്കുന്നത് റൈറ്റ് സൈഡിലോട്ടായിരുന്നു പോയെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരും? ഇതിപ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ ത്രെഡ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ റൈറ്റ് സൈഡിലെ ഹോളുള്ള ഫൂട്ടർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് ലെഫ്റ്റും റൈറ്റും ഫൂട്ടേഴ്സ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇൻവിസിബിൾ സിപ്പറിന്റെ കേസിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് ഹോള് വരുന്ന രീതിയിൽ ഫൂട്ടേഴ്സ് എടുക്കണം. ഇപ്പം എല്ലാവരുടെ കയ്യിലും 2 ഫൂട്ടേഴ്സ് വേണമെന്നൊന്നുമില്ല. ഒരു ഫൂട്ടർ ആയാലും മതി. നമ്മൾ തയ്ക്കാൻ നേരം തിരിച്ചു വെച്ച് തയ്ക്കണമെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്ട്രെയിറ്റ് പീസിന്റെ നല്ല ഭാഗം നോക്കുക, നല്ല ഭാഗം അല്ലാത്ത റോങ് സൈഡ് നോക്കുക. റോങ് സൈഡ് വരുന്ന ഭാഗത്തായിരിക്കണം ഇതേപോലെ കോട്ട് പൈപ്പിംഗ് വെച്ച് 2ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഭയങ്കര സ്പീഡിലൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഡ്രസ്സിന് നീറ്റ്നെസ് ആണ് വലുത്. സോ നിങ്ങളുടെ കംഫർട്ട് സ്പീഡിൽ നിങ്ങൾ ഇതേപോലെ പിടിച്ച് കൊണ്ടുവരിക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ കോഡ് സെന്ററിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. കോട്ട് പൈപ്പിംഗ് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ 2 പാനൽസിന്റെയും നടുക്കോട്ട് വെച്ച് ജോയിൻ ചെയ്യണം. ഇതിപ്പോ പ്ലെയിൻ ഫാബ്രിക് ആയതുകൊണ്ട് നല്ല വശവും ചീത്ത വശവും നമുക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല വശവും ഒരുമിച്ച് വെക്കണം. എന്നിട്ട് അതിന്റെ നടുക്കോട്ടായിരിക്കണം ഈ ത്രെഡ് പൈപ്പിംഗ് വരാനായിട്ട്. അപ്പം ആദ്യമായിട്ടൊക്കെ ഈ പൈപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ നല്ല വശത്തിലോട്ട് നമ്മുടെ ഈ കോട്ട് പൈപ്പിങ്ങിന്റെ ഈ ത്രെഡ് വരുന്ന ഭാഗം കണ്ടോ, ഈ ത്രെഡ് വരുന്ന ഭാഗം ഉള്ളിൽ പോണം. എന്നിട്ട് ഈ തയ്യൽ തുമ്പ് കണ്ടോ, ഈ തയ്യൽ തുമ്പ് ഇത് പുറത്തോട്ടും നിൽക്കണം. അതായത് ഈ നമ്മൾ ഈ ഓവർലോക്ക് ചെയ്തിരിക്കുന്ന എഡ്ജിലോട്ട് ഇത് വരണം. അപ്പൊ അതെങ്ങനെയാണ് വെക്കുന്നത്? ഇതേപോലെ വെക്കും. കണ്ടോ, ത്രെഡ് ഉള്ള ഭാഗം ഉള്ളിലോട്ട് പോയി തയ്യൽ തുമ്പ് പുറത്തോട്ടും നിൽക്കണം. ഇങ്ങനെ എഡ്ജിലോട്ട് വെച്ചിട്ട് ഈ അറ്റത്തുള്ളി, അതായത് ത്രെഡിന്റെ അരികെ കൂടി ഇങ്ങനെ ചേർത്ത് ആദ്യം നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പാനലിന്റെയും നല്ല വശം, ഇത് നല്ല വശമാണല്ലോ, അതേപോലെ ഇതിന്റെയും നല്ല വശം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കമത്തി വെക്കുക. കണ്ടോ, എന്നിട്ട് ഇതിന്റെ പുറത്തോട്ട് വെച്ചിട്ട് വീണ്ടും ഇതിന്റെ എഡ്ജിൽ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് വേണം. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ തുടങ്ങുമ്പോൾ അറിയാം ആ ഒരു ത്രെഡിന്റെ ഉരുടുപ്പുണ്ട്, അതിന്റെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വേണം. ഞാനിപ്പം ഇത് ഒരുമിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഇതിന്റെ നടുക്കോട്ട് ഇത് വെച്ച് കണ്ടോ, പാനലിന്റെ നല്ല വശവും ഒരുമിച്ച് വന്നു. അതിന്റെ നടുക്ക് നമ്മൾ കോട്ട് പൈപ്പിംഗും വെച്ചു. സോ എന്റെ ഈ ത്രെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്, ലെഫ്റ്റ് സൈഡിന്റെ ഫൂട്ടറുമാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ വെച്ചിരിക്കുന്ന ലെവൽ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ പൈപ്പിംഗ് വരുന്നത് കേട്ടോ. കോഡ് വരുന്നത് ഇവിടെയാണ്. അപ്പം ഈ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണമെന്ന്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതേപോലെ നമ്മൾ പൈപ്പിംഗ് ഒന്നും കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ ഇതേപോലെ 2 പാനലും ഡിഫറെന്റ് ആയിട്ടിട്ട് ഓവർലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വെച്ച് ഓവർലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിതാ ഇവിടെയും കൂടെ ഈ കോട്ട് പൈപ്പിങ്ങിനും കൂടി ഓവർലോക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. സോ അതിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ പൈപ്പിംഗ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം അവസാനം ഇത് ഒരുമിച്ച് വെച്ചങ്ങ് ലോക്ക് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ അങ്ങ് നിന്നോളുമല്ലോ. നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടാണോ സീം അലവൻസ് വെക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് നിന്നോളും. ഇച്ചിരി കട്ടി ഉണ്ടാവും, കാരണം 3 ക്ലോത്ത് ആണല്ലോ ഇവിടെ വരുന്നേ. അപ്പൊ കട്ടി കുറഞ്ഞ ക്ലോത്ത് ഒക്കെ എടുത്ത് പൈപ്പിംഗ് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പാനൽസ് എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 പാനൽ ഉണ്ടെങ്കിലും പൈപ്പിംഗ് എത്ര എണ്ണം വന്നു? 4 എണ്ണം വന്നു. കണ്ടോ? അപ്പം പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാനൽസ് -1 ആയിരിക്കും പൈപ്പിംഗ് കോഡിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന മെത്തേഡ്. കത്തിയല്ലോ, ഇത് കണ്ട താഴെ നമ്മളിത് നല്ല ഫ്ലയറും വന്നിട്ടുണ്ട്. പിന്നെ താഴെ ലെവൽ വ്യത്യാസം ഇച്ചിരി ഉണ്ടാവും, കാരണം നമ്മൾ തറയിലിട്ട് കട്ട് ചെയ്തതാണല്ലോ. അപ്പൊ നമ്മള് ഡ്രസ് എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് നമ്മുടെ ഫുൾ ലെങ്ത് കറക്റ്റ് എടുത്തിട്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെയുള്ള എടുത്തിട്ട് ബാക്കി നമുക്ക് ലെവല് കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ബാക്കും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ്, അപ്പം നമ്മള് പാനൽസ് എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു പാറ്റേണിന്റെ ആവശ്യമില്ല. ഇതാണ് പാനൽസിന്റെ ഡ്രാഫ്റ്റിംഗ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. പാനൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി ഇതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ അളവിൽ ഒരു പാനൽ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ആ ഡ്രസ്സുകൾ ചെയ്യുന്ന സമയത്ത് ഈ പാറ്റേൺ ആവശ്യം വരും. അപ്പം വരയ്ക്കുന്ന പാറ്റേൺസ് എല്ലാം സൂക്ഷിച്ച് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പാനൽസ് ജോയിൻ ചെയ്തു, അതിന് ഇനി രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു മെയിൻ പാറ്റേൺ കണ്ട ഇത് വെച്ച് ട്രേസ് ചെയ്യും. ഇത് വെച്ച് ആദ്യം നമ്മൾ ലൈനിങ് ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മെയിൻ ഫാബ്രിക്കും ഇത് വെച്ച് ട്രേസ് ചെയ്യും കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഷോൾഡർ ടിപ്പ്, ഇതാണ് ഷോൾഡർ ടിപ്പ് എന്ന് പറയുന്നത്. തയ്ച്ചെല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഷോൾഡറിന്റെ വീതി ഡ്രസ്സിന്റെ, അതാണ് ഷോൾഡർ ടിപ്പ്. അതെനിക്ക് 1.5 ഇഞ്ച് മതിയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഷോൾഡർ ടിപ്പ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാണത്തുള്ളൂ, തീരെ ചെറുതാണല്ലേ. അപ്പം സ്ലോപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പക്ഷെ ഈ ഒരു പാറ്റേൺ വരച്ചപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് സ്ലോപ്പ് ആഡ് ചെയ്യുന്ന മെത്തേഡും കൂടി വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്. നമുക്ക് ഷോൾഡർ ഒക്കെ ഭയങ്കര കുറവാണെങ്കിൽ അതായത് ഷോൾഡർ ടിപ്പ് ഒക്കെ തീരെ കുറവാണെങ്കിൽ സ്ലോപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പൊ ലൈനിങ്ങിന് വേണ്ടി ഞാൻ ഒരു കോട്ടൺ ലൈനിങ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മള് പാറ്റേൺ വരച്ച അത്രയും ലെങ്ത് എനിക്ക് കിട്ടത്തില്ല, ഞാൻ ഉള്ള ലെങ്ത് വെച്ച് എടുക്കുവാണ് കേട്ടോ. എന്റെ കയ്യിൽ കുറച്ച് ലൈനിങ് ബാലൻസ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാറ്റേൺ വരയ്ക്കുന്നതിന്റെ ആ ഒരു ടോട്ടൽ ലെങ്ത് ഞാൻ ഇതിനകത്ത് എടുക്കുന്നില്ല. ഇതിന് കിട്ടുന്ന അത്രയും ഫുൾ ലെങ്ത് ആയിരിക്കും ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ലൈനിങ് നമ്മൾ എങ്ങനെയായിരിക്കും മടക്കുന്നത്? ഇതേപോലെ അതായത് ഇങ്ങനെ നേരെ നമ്മൾ വെക്കുക, എന്നിട്ട് വിത്ത് വൈസ് മടക്കുക. കണ്ടോ? വിത്ത് വൈസ് മടക്കിയതിനു ശേഷം പിന്നെ ലെങ്ത് വൈസ് മടക്കുക. അപ്പൊ മനസ്സിലായോ? ലെങ്ത് വൈസും വിത്ത് വൈസും എന്താന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ ഈ പാറ്റേണിന്റെ ഈ ഒരു എഡ്ജ് കണ്ടോ? ഈ എഡ്ജും നമ്മുടെ ലൈനിങ്ങിന്റെ എഡ്ജും ഒരേ ലെവല് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത്രയും ലെങ്ത് ആണ് എനിക്ക് എക്സസ് ആയിട്ട് പുറത്തോട്ട് നിൽക്കുന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന ലൈനിങ്ങിന്റെ ലെങ്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിൽ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് ഒരു 2 ഇഞ്ചൊക്കെ ഡിഫറൻസ് വരുന്ന രീതിയിൽ ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു താഴെ ഉണ്ടല്ലോ, നമ്മള് ഇതിപ്പോ ഇത്രയും ഒന്ന് പുറത്തോട്ട് ചാടി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഫ്ലെയർ ഇവിടെ കുറച്ചും കൂടെ കൂടുതലാണ്, എനിക്ക് ഈ ഒരു ലെങ്ത് അല്ലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്ലെയർ ഈ ഹിപ്പിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഫ്ലെയർ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിപ്പോ ലൈനിങ് ആയിട്ട് ഞാൻ ഈ ഹിപ്പിൽ നിന്ന് തന്നെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ കുറച്ചും കൂടി ഒരു ഫ്ലെയർ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനി നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് എൻ്റെ സ്ഥിരം പരിപാടി വന്നിട്ടുണ്ട്. എൻ്റെ കത്രിക കാണാണ്ട് പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇവിടെ ഓൾറെഡി ഒരു കേർവ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ച് ഇനി സൈഡ് ഒന്നും കൂടി കേർവ് ആക്കുന്നില്ല. ഓൾറെഡി ഒരു കേർവിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിന് ആം റൗണ്ട് കുഴിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടുന്ന് 1 ഇഞ്ചാണല്ലോ നമ്മൾ സീം അലവൻസ് വിട്ടത്, ആ 1 ഇഞ്ച് ഇങ്ങനെ നിൽക്കുക. ഇവിടെ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഉണ്ട്, അതും നമ്മൾ വിട്ടു കണ്ടോ. ഇതും കാണാമല്ലോ. ഇനി ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് 1/2 ഇഞ്ച് കുഴിച്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് കൊടുത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടെ വെച്ച് കട്ട് ചെയ്യല്. ഫ്രണ്ട് മാത്രം എടുക്കുക, ബാക്കിനെ മാറ്റിയിടുക കേട്ടോ. സോ അപ്പൊ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പുറത്തോട്ട് അങ്ങ് വെക്കുക. ഇങ്ങനെ അങ്ങ് വെക്കുക. കറണ്ട് പോയതാണേ. കറക്റ്റ് ലെവലിന് രണ്ടും കറക്റ്റ് ലെവലാക്കി വെക്കണം. ഈ ഒരു വേസ്റ്റ് വരെ നമുക്ക് ലെവല് കറക്റ്റ് ആക്കി വെച്ചാൽ മതി. കാരണം നമ്മൾ ഫ്ലെയർ വേസ്റ്റ് വരെയാണ് വരുന്നത്. ബാക്കി ഇതിലുള്ള ഫ്ലെയർ അത്രയും തന്നെ നമ്മളങ്ങ് എടുക്കുവാണ്, അത് കട്ട് ചെയ്യുന്നില്ല. സോ നമ്മൾ വേസ്റ്റ് വരെ ആ ഒരു ലെവല് കറക്റ്റ് ആക്കി വെക്കുക. ബാക്കി വരുന്നേക്കത് ഇതേപോലെ ഇങ്ങനെ ഒന്ന്
ആക്കി വെച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ലൈനിങ് കട്ട് ചെയ്തത് എടുത്ത് ട്രേസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പാറ്റേൺ പേപ്പറും കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുത്ത് ട്രേസ് ചെയ്യുക. അപ്പം ലൈനിങ് വെച്ച് ട്രേസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ബാക്ക് ലൈനിങ് ഉണ്ടല്ലോ, ഫ്രണ്ട് ആം റൗണ്ട് കുഴിച്ച് കട്ട് ചെയ്യാത്തത്, അത് വെച്ച് വേണം ട്രേസ് ചെയ്യാൻ കേട്ടോ. കാരണം നമ്മൾ ലൈനിങ്ങിൽ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ആ ലെവൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഫ്രണ്ടും ബാക്കും കുഴിച്ച് കട്ട് ചെയ്ത പോലെ നിൽക്കത്തില്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യുമ്പോൾ ബാക്ക് പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, നമുക്കിതാ ഈ ഒരു ചെസ്റ്റിൻ്റെ വിട്ത് കണ്ടോ, ഈ വിട്ത് നമുക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന പാനൽസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാനലിൻ്റെ കാൽക്കുലേഷനിൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 എടുത്തു, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ലൂസിങ് ആഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ആക്കി, പിന്നെ സീം അലവൻസും ഇൻക്ലൂഡ് ആക്കി. ആ കിട്ടുന്ന ഉത്തരത്തിനെയാണ് നമ്പർ ഓഫ് പാനൽസ് വെച്ച് ഡിവൈഡ് ചെയ്തത്. ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് ചെസ്റ്റിന്റെ സ്ഥാനത്ത് ബ്രസ്റ്റിന്റെ വാല്യൂ ആയിരിക്കണം ഇടേണ്ടത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ കട്ട് ചെയ്യുന്ന പാനൽസ് തമ്മിൽ ജോയിൻ ചെയ്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കിതാ ഈ ഒരു വിട്ത് ഈ ക്ലോത്തിൽ നമുക്ക് കിട്ടണം. അത് കിട്ടിയിട്ടുണ്ടോ നോക്കിക്കേ, ഇതാ കിട്ടിയിട്ടില്ലേ, കണ്ടോ? അഡീഷണൽ വീണ്ടും ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചോളം ഗ്യാപ്പും വന്നു. സോ അപ്പം ഇങ്ങനെ മടക്കിയിട്ട് കഴിയുമ്പം ഈ ഒരു വിട്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പാനൽ കാൽക്കുലേഷനിൽ നമ്മളത് ആ ഒരു ലൂസും സീം അലവൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തത്. ഇതിങ്ങനെ വെച്ച് ട്രേസ് ചെയ്തെടുക്കണം. ട്രേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ലൈനിങ്ങിന്റെ നമ്മൾ ഈ ഒരു പാറ്റേണിന്റെ അതേ ഇതിൽ ട്രേസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് വിട്ട് നമ്മൾ ട്രേസ് ചെയ്യുക. അതിനുശേഷം നമ്മളത് ലൈനിങ്ങിലോട്ട് വെച്ച് അറ്റാച്ച് ചെയ്തതിനു ശേഷം എക്സസ് വരുന്ന മെയിൻ ക്ലോത്തിൽ എക്സസ് വരുന്നത് നമുക്ക് ട്രിം ചെയ്ത് മാറ്റാം. ഈ വേസ്റ്റ് വരെ എത്തിക്കഴിയുമ്പോൾ താഴത്തോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കട്ട് ചെയ്യല്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് കൊണ്ടുവരണം. മനസ്സിലായോ? നമുക്ക് ഫ്ലെയർ അത്രയും നമുക്ക് വേണം. ആ ഫ്ലെയർ കിട്ടാനല്ലേ നമ്മൾ താഴെ പാനലിന് വീതി കൂട്ടിയത്. അപ്പോൾ ആ ഫ്ലെയർ കട്ട് ചെയ്ത് മാറ്റിയാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ ഫ്ലെയർ വേണ്ടവര് ഇങ്ങനെ വന്ന് ഈ വേസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അങ്ങ് പോയേക്കണം. നമ്മളിതാ ഈ ലൈനിങ്ങായിട്ട് വെക്കുമ്പോൾ കണ്ടോ, നമുക്ക് കറക്റ്റ് ലെവല് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ലെവലും കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങുമായിട്ട് നമ്മൾ വേസ്റ്റ് വരെ ആയിരിക്കും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ഇട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അവിടെ വരെ നോക്കി ഒരു 1/4 ഇഞ്ച് ഡിഫറൻസിലാണ് മെയിൻ ക്ലോത്ത് നിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിലുള്ള എക്സസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇവിടെ നമ്മൾ 1 ഇഞ്ചിലായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് താഴത്തോട്ട് വരുന്നതോടും 1/2 ഇഞ്ചിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണേ. നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തീരാറാകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു ത്വരയായിരിക്കും എങ്ങനെയെങ്കിലും ആ ഡ്രസ്സ് ഒന്ന് തയ്ച്ച് തീർത്തിട്ട് നോക്കാനായിട്ട്, അതിൻ്റെ ഫിറ്റിംഗ് ഓക്കെ ആണോ എന്നൊക്കെ അറിയാനായിട്ട്. അതേപോലെ തന്നെ ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇന്നത്തെ ദിവസത്തെ വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ വർക്ക് നമുക്ക് തീരുവാണെങ്കിൽ നമുക്ക് അടുക്കി പെറുക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും. അതായത് ഇന്നത്തെ വർക്ക് കഴിഞ്ഞല്ലോ, കൊണ്ടാകാലം തീർന്നു കിട്ടിയല്ലോ എന്നൊരു തോട്ട് നമുക്ക് വരും. അപ്പം പെട്ടെന്ന് എല്ലാം കൂടി ഒന്ന് അടുക്കി പെറുക്കാൻ ഒരു ത്വര വരും. പിന്നെ വേറൊരു കാര്യമാണ് റൂമിൻ്റെ നീറ്റ്നെസ്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നല്ല നീറ്റാക്കി ഇട്ടാണോ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. കാരണം എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഞാൻ ഇപ്പം കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ റൂമിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തിലുള്ള റൂമിൻ്റെ കോലമാണ് ഇങ്ങനെ. ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ നല്ല നീറ്റാക്കി വെക്കുന്നത്. സ്റ്റിച്ചിങ് സമയമാകുമ്പം റൂമിൻ്റെ വൃത്തിയൊന്നും ഞാൻ നോക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തയ്ക്കുന്നതിൻ്റെ കോൺസെൻട്രേഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ നെക്ക് ക്യാൻവാസിൽ ഇതേപോലെ ഫ്രണ്ടും ബാക്കും ഞാൻ ഒട്ടിച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് ഫിനിഷിങ്ങിൻ്റെയും സ്ലീവ് ഫിനിഷിങ്ങിൻ്റെയും വീഡിയോ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അതായത് നെക്കിൻ്റെ ഡ്രാഫ്റ്റിങ്ങും അതേപോലെ തന്നെ ക്യാപ് സ്ലീവിൻ്റെ ഡ്രാഫ്റ്റിങ്ങും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നെക്കിൽ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ക്രോസ് പീസ് ആണിത്. ക്രോസ് പീസ് തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ പാനൽസിൻ്റെ ഇടയിൽ പൈപ്പിംഗ് ജോയിൻ ചെയ്യില്ലേ, അതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പാണ് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ വിട്ടേക്കുന്നത് കേട്ടോ. ഈ ക്രോസ് പീസ് തമ്മിൽ എങ്ങനെയാണ് നീറ്റായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിനുള്ള വീഡിയോ ഞാൻ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും.
അപ്പോൾ ക്യാൻവാസിൽ പൈപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇതാണല്ലോ ഇതിന്റെ റോങ് സൈഡ്, ഈ ക്ലോത്ത് ഇങ്ങനെ വരുന്നത്. ഇതിന്റെ നല്ല വശം എടുക്കുക, ഇതേപോലെ നല്ല വശം എടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു നിഴല് കാണാലോ ക്യാൻവാസിന്റെ ഷേപ്പിൽ പോയേക്കുന്നേ, ആ ഷേപ്പിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ത്രെഡ് പൈപ്പിംഗ് ഇങ്ങനെ വെക്കുക. അതായത് ഈ ത്രെഡിന്റെ ഈ ഒരു എഡ്ജ് കണ്ടോ, അത് ഈ ക്യാൻവാസിന്റെ ഈ എഡ്ജിൽ കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ അതിനിതാ ഇങ്ങനെ വെക്കുക, 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ക്യാൻവാസിന്റെ എഡ്ജിൽ കൂടെ ഇതാ ഇങ്ങനെ വെച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ത്രെഡിന്റെ സീം അലവൻസ് പുറത്തോട്ട് നിൽക്കണം. ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഈ ക്യാൻവാസിന്റെ എഡ്ജിലും നിൽക്കണം. ആ രീതിയിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതും ചെയ്യണം, അതേപോലെ ഇതും ചെയ്യണം. സോ അപ്പൊ നമ്മളിതാ ബാക്കിനും അതേപോലെ തന്നെ ഫ്രണ്ടിനും ക്യാൻവാസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, എഡ്ജിൽ കൂടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇതിന്റെയും കണ്ടോ, എഡ്ജിൽ കൂടി തന്നെ ക്യാൻവാസിന്റെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ റോങ് സൈഡിലോട്ട് ഇടുക. ഫ്രണ്ട് പാർട്ടിന്റെ കുഴിച്ചു വെട്ടിയ ലൈനിങ് ഇതിന്റെ പുറത്തോട്ട് ഇട്ടു. ഈ ലൈനിങ്ങിന്റെ സെന്ററിൽ ഒരു നോച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ നേരത്ത് എളുപ്പമായിരിക്കും. ഇത് ഫ്രണ്ട് സൈഡ് ആണ്. അപ്പൊ ഫ്രണ്ട് സൈഡിന്റെ ക്യാൻവാസ് എടുത്തു. ക്യാൻവാസ് എടുത്തതിന് ശേഷം ഇത് ഇതിന്റെ നല്ല വശമാണ്. ഈ നല്ല വശവും ക്ലോത്തിന്റെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. അതായത് നമ്മളെ ഫേസ് ചെയ്ത് റോങ് സൈഡ് ആയിരിക്കണം നിൽക്കേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ കറക്റ്റ് സെന്റർ പൊസിഷനിലോട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം. നമ്മുടെ ഈ ഒരു ക്യാൻവാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് ഉണ്ടല്ലോ, ഈ ലൈനിങ്ങിന്റെ വീതി അത് നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. അതേപോലെ ഇവിടെയും ഈ ലൈനിങ്ങിന്റെ വീതി നമ്മളിതാ ഈ ക്ലോത്തിൽ ഇവിടെയും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് വീതിയും നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ടും സെയിം വാല്യൂ ആയിരിക്കണം വരേണ്ടത്. ഇപ്പൊ ഇവിടെ 1 ഇഞ്ചാണെങ്കിൽ ഇവിടെ 1 ഇഞ്ച് തന്നെ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് ഷോൾഡർ ടിപ്പ് ഒരേ വീതിയിൽ നിൽക്കുന്നത്. ഇതൊക്കെ ചെക്ക് ചെയ്ത് ഇതും സെയിം വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഫിക്സിങ്ങും കറക്റ്റ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇതേപോലെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് കഴുത്തെല്ലാം അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷോൾഡറിന് വീതി കൂടുതലും ഒരു ഷോൾഡറിന് വീതി കുറവുമായിട്ടൊക്കെ നിൽക്കും. സോ ഇതേപോലെ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഓൾറെഡി പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തതിന്റെ സ്റ്റിച്ച് ഉണ്ടല്ലേ, ആ സ്റ്റിച്ചിന് പുറത്തൂടെ തന്നെ നമ്മൾ പതുക്കെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് നിർത്തി ബാക്കിയെല്ലാം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കഴുത്ത് തിരിച്ചിടുക. ഇതേപോലെ ബാക്കും ചെയ്യണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ പൈപ്പിംഗ് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കണ്ടോ. ഇപ്പൊ ഗൈസ് നമ്മൾ നല്ല നീറ്റ് ആയിട്ട് പൈപ്പിംഗ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടോ, പൈപ്പിംഗ് എല്ലാം നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബാക്കും ചെയ്തിട്ടുണ്ട്. ഈ കളർ ഡാർക്ക് ആയതുകൊണ്ടാണ് അറിയാത്തത്. അപ്പൊ ഞാനിവിടെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും തമ്മിൽ ഈ ഒരു സൈഡ് സീം അറ്റാച്ച് ചെയ്യുന്നതിന്റെ അവിടെ തൊട്ട് നമ്മുടെ ഈ ഒരു വേസ്റ്റിന്റെ അവിടം വരെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഇങ്ങനെ വിട്ടേക്കുവാണ്. അതേപോലെ തന്നെ ഇവിടെയും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യേണ്ടതുകൊണ്ട് അവിടെയും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സസ് ആയിട്ട് മെയിൻ ക്ലോത്തിൽ വന്നതെല്ലാം കട്ട് ചെയ്ത് കളയണം. ലൈനിങ്ങിന്റെ ഷേപ്പിൽ വേസ്റ്റിന്റെ ഈ ഒരു ഭാഗം വരെ കട്ട് ചെയ്യാവുള്ളൂ, ബാക്കി കട്ട് ചെയ്യില്ല. ബാക്കി നമ്മുടെ ഫ്ലെയർ കൊടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ആം റൗണ്ടിന്റെ ഈ ഒരു പോർഷനും എക്സസ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ, അതായത് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റണം. അത് ഫ്രണ്ടിനും ചെയ്യണം, ബാക്കിനും ചെയ്യണം, എല്ലാ സൈഡിലും അങ്ങനെ ചെയ്യണം കേട്ടോ. സോ ഇപ്പം നമ്മളിതാ ഈ എഡ്ജിൽ എക്സ്ട്രാ വന്ന ക്ലോത്ത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. അതായത് ബാക്ക് പാറ്റേണിന്റെ പുറത്തോട്ട് നമ്മൾ ഫ്രണ്ട് പാറ്റേൺ ഇതേപോലെ വെക്കുക.
ഇനി ചെയ്യേണ്ടത് നമ്മൾ ഷോൾഡർ ജോയിനിങ് ആണ്. ഷോൾഡർ നമുക്ക് തയ്യൽ തുമ്പ് കാണാണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബാക്കിന്റെ ക്യാൻവാസ് ആണ് എടുക്കേണ്ടത്, ഫ്രണ്ടിന്റെ അല്ല. ഈ തയ്യൽ തുമ്പ് നമുക്ക് ബാക്കിലോട്ടാണ് പോകേണ്ടത്, ഫ്രണ്ടിലോട്ട് വരരുത്. എപ്പോഴും കഴുത്ത് അറ്റാച്ച് ചെയ്യുമ്പം തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ബാക്കിന്റെ ക്യാൻവാസ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ 2 പൈപ്പിംഗ് ലെവൽ കണ്ടല്ലോ, ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ബാക്കിന്റെ ക്യാൻവാസ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇതേപോലെ ഇങ്ങനെ നിവർത്തി കഴിയുമ്പം നമുക്ക് ഈ ക്യാൻവാസ് മാത്രം തയ്യൽ തുമ്പ് കാണാണ്ട് നിൽക്കും, പക്ഷെ ഇവിടുത്തെ തയ്യൽ തുമ്പ് കാണാൻ പറ്റും ഓവർലോക്ക് ചെയ്ത് കഴിയുമ്പോൾ. ഇനി അതല്ല കംപ്ലീറ്റ് തയ്യൽ തുമ്പും കാണണ്ട എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ രണ്ടും ഒരേ ലെവല് വെക്കുക. വെച്ചതിന് ശേഷം ബാക്കിന്റെ ക്യാൻവാസ് എടുക്കുക, അതേപോലെ തന്നെ ബാക്കിന്റെ ലൈനിങ്ങും കൂടി എടുക്കുക. ഈ ലൈനിങ്ങും കൂടി എടുക്കുക, കണ്ടോ? അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ബാക്കിന്റെ ക്യാൻവാസും ലൈനിങ്ങും ഒരു സൈഡിലോട്ട് വന്നു, ഫ്രണ്ടിന്റെ ഷോൾഡറും ബാക്കിന്റെ മെയിൻ ക്ലോത്തും മറ്റൊരു സൈഡിലോട്ടും വന്നു. എന്നിട്ട് ചെയ്യേണ്ട എന്താ, ഇവിടെ മാത്രം ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ഇട്ട് ഇതൊന്ന് ഉറപ്പിച്ചു വെക്കുക. അങ്ങനെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു പൈപ്പിങ്, രണ്ടിന്റെയും പൈപ്പിംഗ് എല്ലാം ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം ഈ 2 പീസും കൂടി നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കവർ ചെയ്ത് ഇങ്ങനെ വെക്കണം, കണ്ടോ? ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെയും ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നിവർത്തിയിടുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് തയ്യൽ തുമ്പും കാണാത്ത രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 2 ക്യാൻവാസിന്റെയും ലെവൽ കണ്ടോ, നല്ല സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്യാൻവാസിന്റെ വിഡ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് ഏറ്റക്കുറച്ചിൽ വരും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാൻവാസ് വെച്ച് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ രണ്ടിന്റെയും ഷോൾഡർ ടിപ്പിന്റെ വിഡ്ത്ത് എല്ലാം ഈക്വൽ ആണോ എന്ന് നോക്കണമെന്ന്. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങളിലും ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ ഫിനിഷിങ് പ്രോപ്പർ ആവുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. സോ നിങ്ങൾ വീഡിയോസ് മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോരോ ടിപ്സ് വരെയും നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസിൽ നിന്ന് കിട്ടത്തുള്ളൂ. സോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഞാൻ സെന്ററിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി നോച്ച് ഇട്ടിട്ടുണ്ട്, ഇതായിരിക്കും ഫ്രണ്ട് സൈഡ്. അപ്പൊ ഈ ഒരു ഫ്രണ്ട് പോർഷൻ, അതായത് ഈ ഒരു സ്ലീവിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നോച്ച് ഉണ്ട്, കണ്ടോ? ഈ നോച്ച് എന്ന് പറയുന്നത് സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്തതിന്റെ ഭാഗമാണെന്ന് അറിയിക്കാനാണ്. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിലോട്ട് വരണം. ആ രീതി വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ തിരിച്ചു വെക്കണം, കണ്ടോ? ഇവിടെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഈ സ്ലീവിന്റെ നോച്ച് ഇട്ട ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. സോ അതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പൊ സ്ലീവ് ഇതേപോലെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെന്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യം തീരും. മറ്റേത് നമ്മൾ എങ്ങനെയായിരുന്നു, സ്ലീവ് സെന്ററിൽ വെച്ചിട്ട് 2 സൈഡിലോട്ടുമായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതും അതേപോലെ തന്നെ സ്ലീവ് നമ്മൾ സെന്ററിൽ വെക്കുക, എന്നിട്ട് 2 സൈഡിലോട്ട് നമ്മളിങ്ങനെ പിന്നു കുത്തി കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നിന്നേ ഇങ്ങനെ തയ്ച്ചു വരാമല്ലോ. ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് നമ്മൾ ലെവൽ ചെയ്തിട്ട് സൈഡ് ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ സൈഡ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അത് വേസ്റ്റ് വരെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ലൈനിങ്ങിനെ ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് മാത്രം വെച്ച് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈനിങ് നമ്മൾ പുറകിലോട്ടാക്കിയിട്ട് മെയിൻ ക്ലോത്ത് വെച്ച് മാത്രം താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്തിറക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ ക്ലോത്തിനെ ഉള്ളിലോട്ട് മാറ്റും. അതിനുശേഷം ലൈൻ ക്ലോത്ത് മാത്രം, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈൻ ക്ലോത്ത് മാത്രം, അതായത് ലൈനിങ് ക്ലോത്ത് മാത്രം
പുറത്തോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടി ഒരു 1/2 ഇഞ്ച് വിട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഗൈസ് ഇതെങ്ങനെയുണ്ട്? എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. മിനിമലാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, 5 പാനൽ, 1 2 3 4 5. പൈപ്പിങ് വന്നിട്ട് 4 എണ്ണം. സ്ലീവ് വന്നിട്ട് ക്യാപ് സ്ലീവ് ആണ്. നമ്മൾ ആ ഒരു ലൂസിങ്ങും കൂടി കുറച്ച് കൊടുക്കുന്നുണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസിങ്ങും കുറച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഇത് ഞാൻ ചിലപ്പോൾ ഇതിന്റെ താഴെ ഈ നമ്മുടെ ഈ മദ്രാസ് കട്ടൻ വെച്ചിട്ട് ചെറിയൊരു ബോർഡറും കൂടെ ഞാൻ കൊടുക്കും. ബാക്കിയെല്ലാം നമ്മൾ വീഡിയോയിൽ കവേർഡ് ആയിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല, അറിയാലോ. ചുമ്മാ ജസ്റ്റ് താഴെ ഒരു പട്ടി വെച്ച്, അതായത് ജസ്റ്റ് താഴെ ഒരു ബോർഡർ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് എപ്പോഴും മിനിമൽ ഡിസൈൻസ് ആണ് കേട്ടോ ഇഷ്ടം. ഈ ഒത്തിരി ഹെവി ആയിട്ട് വരുന്നതിലും കാണുമ്പോൾ കണ്ടിനൊരു ബാലൻസ് ലുക്ക് തോന്നുന്ന ഡിസൈൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയും ഫ്ലെയർ ആണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ ലോഞ്ചിന് വേണ്ടി ഞാൻ ഇടാന്നൊക്കെ പ്ലാൻ ചെയ്ത ഡിസൈൻ ആയിരുന്നു, പക്ഷേ ഈ ഒരു ഫാബ്രിക് എന്നെ ചതിച്ചു. കുഴപ്പമില്ല, നമുക്കിത് വേറെ ഫാബ്രിക്കിൽ ഞാൻ ഈ ഡിസൈൻ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിസൈൻസ് എൻ്റെ ബ്രാൻഡിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. കെലാത്തിയ എന്നാണ് എൻ്റെ ബ്രാൻഡിന്റെ പേര്. സോ ഇതേപോലത്തെ ഒരു ഡിസൈൻ ഞാൻ വേറൊരു ഫാബ്രിക്കിൽ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും.